എൻ്റെ പേര് ശിവദാസനാണ്. ഞാൻ ഒരു 20 കൊല്ലത്തോളമായി ഇവിടെ സ്ഥാപനം നടത്തി തുടങ്ങിയിട്ട്. നമ്മുടെ സ്ഥാപനം വരുന്നത് തൃശ്ശൂർ ചൊവ്വൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഫർണിച്ചറിന് പേര് കേട്ട സ്ഥലമാണ്. ഓൾ കേരളയിൽ നമ്മൾ എവിടെ പോയാലും ചൊവ്വൂർ ഫർണിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെ ക്വാളിറ്റിയാണ്. അപ്പൊ ഈ ചൊവ്വൂര് ഫർണിച്ചർ കൂടുതലും മരമാണ്. പണ്ട് മുതലേ തന്നെ സീനിയേഴ്സ് ആയിട്ടുള്ള ആചാര്യമാരിൽ നിന്ന് വേർതിരിച്ചിട്ട് വന്നിട്ടുള്ള ഒരു ഫർണിച്ചറിലേക്ക് എത്തിപ്പെട്ടുള്ള ആളാണ് ചൊവ്വൂരത്തെ ഫർണിച്ചറുകൾ. അപ്പൊ അതിൽ നിന്നും ഒരു വ്യത്യസ്തനായിട്ട് ചൊവ്വൂർക്കാരുടെ ഇടയിൽ സ്റ്റീലിന്റെ ഒരു ഫർണിച്ചർ, അതാണ് എന്റെ സ്ഥാപനം. ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് 22 കൊല്ലത്തോളമായി. 20 കൊല്ലം മുന്നേ ഫർണിച്ചർ ഐറ്റംസ് ആയിരുന്നില്ല, ചെറിയ ഫാബ്രിക്കേഷൻ വർക്കുകളായിരുന്നു. പിന്നെ അതിൽ നിന്ന് ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടാണ് നമ്മൾ ഫർണിച്ചറിലേക്ക് എത്തിപ്പെടുന്നത്. ഇപ്പൊ നമ്മൾ ഓൾറെഡി മാർക്കറ്റില് കസ്റ്റമർക്ക് ആവശ്യമായിട്ടുള്ള ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഇതെല്ലാ സാധനങ്ങളും നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഉണ്ടാക്കുന്നുണ്ട്. ക്വാളിറ്റി നമ്മൾ കിച്ചണിലേക്ക് ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്യുക. അതിന് ഗ്രേഡിൽ മാറ്റമുണ്ട്. ഫർണിച്ചറിന് അത്ര ഗ്രേഡിന്റെ ആവശ്യമില്ല. പക്ഷെ ചില കസ്റ്റമേഴ്സ് പറയാണ്, കസ്റ്റമൈസ് ചെയ്തിട്ട് അവർക്ക് ഫസ്റ്റ് ക്വാളിറ്റിയിൽ തന്നെ വേണം എന്ന് പറയുകയാണെങ്കിൽ ആ കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഇട്ട് ചെയ്യും. അതായത് മരത്തില് നല്ല മരവും സ്റ്റീലും ഏകദേശം ഒരേ റേറ്റ് ആണ്. സ്റ്റീലിനെ സംബന്ധിച്ചോളം സ്റ്റീലിന് മെയിൻ്റെനൻസ് ഇല്ല. മരത്തിനെ സംബന്ധിച്ചോളം മരത്തില് വെള്ള എന്ന് പറയുന്ന ഒരു ഭാഗം വേണ്ട രീതിയിൽ മാറ്റിയിട്ടല്ല ഫർണിച്ചർ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മെയിൻ്റെനൻസ് വരും, കുത്ത് വരും, അതിൻ്റെ ഉള്ളിൽ നിന്ന് നിർമ്മിച്ചിട്ടുള്ള പൊടികൾ വരും. പിന്നെ 3, 4, 5 വർഷം കഴിയുമ്പോൾ അതിന്റെ പോളിഷിങ് നഷ്ടപ്പെടും. സ്റ്റെയിൻലെസ് സ്റ്റീലിനെ സംബന്ധിച്ചോളം വൺ ടൈം ആണ്. ഒരു പ്രാവശ്യം നല്ല രീതിയിലുള്ള മെറ്റീരിയൽ വെച്ചിട്ട് നല്ല രീതിയിൽ ഫർണിച്ചർ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ അതിന് മെയിൻ്റെനൻസ് ഇല്ല. കസ്റ്റമറാണ് നമുക്ക് കൂടുതലും പറയാം. ഇന്ന പോലെ അളവില് ഞങ്ങൾ ഇന്ന പോലെ സ്ഥലത്ത് കണ്ടു, ഗൾഫിൽ പോയപ്പോൾ കണ്ടു, അല്ലെങ്കിൽ യൂറോപ്പിൽ പോയപ്പോൾ കണ്ടു, ഞങ്ങളിത് ഗോൾഡ് കളറിലാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾക്ക് റോസ് ഗോൾഡ് ആണ് ഞങ്ങളുടെ വീടിനൊന്നുകൂടി യോജിച്ചാവും. അപ്പൊ നമ്മൾ ആ കളറിൽ അവർക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കും. ശരിക്കും സ്റ്റീലിന്റെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. നമ്മളെ കയ്യിൽ നിൽക്കാത്ത അത്ര അപ്ഡേഷനാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിലും ഇരുമ്പിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു 10 വർഷം മുന്നത്തെ ഒരാളുടെ മൈൻഡിലും ഇല്ലാത്ത സംഭവമാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ PVD കോട്ടിംഗ് എന്ന് പറയുന്നത്. സാധാരണ ഒരു ഇതെല്ലാവരും സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്യുക, അല്ലെങ്കിൽ ഇരുമ്പ് ചെയ്യുക, പെയിന്റ് അടിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പൊ സ്റ്റെയിൻലെസ് സ്റ്റീലിന് ഒരു ടോപ്പ് അപ്ഗ്രേഡേഷൻ ആണ് PVD കോട്ടിങ്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള സംഭവം നമുക്ക് ശരിക്കും പണ്ടത്തെ ഒരു പ്ലേറ്റിങ്ങിന്റെ വേറെ രൂപം. പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ലിമിറ്റേഷൻ ഉണ്ട്, ഒരു ചെറിയ ഭാഗം ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് ഒരു നല്ല ഭംഗിയിൽ ചെയ്യണം. നല്ല ഭംഗിയിൽ വെൽഡിങ് ജോയിന്റ് ഒക്കെ നല്ല പക്കയായിട്ട് ഫിനിഷ് ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര അപ്ഗ്രേഷൻ ആണ് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയൊരു അപ്ഗ്രേഡിംഗ് ആണ് ഈ PVD കോട്ടിങ്. അത് SS കൂടുതലും നമുക്ക് കസ്റ്റമർ എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് കണ്ട് അവര് പരിചയപ്പെടുത്തി നമ്മുടെ അടുത്ത് എത്തിപ്പെടുന്നതാണ് നമ്മുടെ കസ്റ്റമേഴ്സ്. നമുക്ക് ഇപ്പൊ ഈ കുറച്ച് കാലമായിട്ടാണല്ലോ നമുക്ക് ഓൺലൈനിൽ മീഡിയ കൂടി കസ്റ്റമർ വന്നു തുടങ്ങിയിട്ട്. അതിനു മുന്നേ നമുക്ക് അന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നല്ല വർക്ക് ചെയ്ത് കിട്ടും, നല്ല ക്വാളിറ്റിയാണ്, മെറ്റീരിയൽ ക്വാളിറ്റി ഉണ്ട്, അവരുടെ ഫിനിഷിംഗ് ഉണ്ട്. അങ്ങനെയാണ് നമുക്ക് വർക്കുകൾ വരാറ്. പുതിയ ഐറ്റംസ് നമ്മൾ മാർക്കറ്റിന്റെ ടേസ്റ്റ് മാറുന്നതനുസരിച്ച് നമുക്ക് വ്യത്യാസങ്ങൾ അറിയാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോ സ്ഥിരമായിട്ട് ഒരു മോഡൽ അടിച്ചുകൊണ്ടിരിക്കാറില്ല. അപ്പൊ ചില സമയത്ത് മാർക്കറ്റിൽ ഒരു ട്രെൻഡിൽ മാറ്റം വരുമ്പോൾ അതിനനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരുത്തി ആ കസ്റ്റമർക്ക് ആവശ്യം എങ്ങനെയാണോ അതനുസരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. എന്നും ഒരേ സാധനം അടിക്കുകയാണെങ്കിൽ നമുക്ക് അപ്ഗ്രേഷൻ ഉണ്ടാവില്ല. ഷോപ്പിലേക്ക് സപ്ലൈ ചെയ്യും, ഹോസ്റ്റലിലേക്ക്, പിന്നെ നല്ല കഫേകളിലേക്ക് ഒക്കെ നമ്മൾ സപ്ലൈ ചെയ്യും. ഫർണിച്ചർ അല്ലാണ്ട് നമ്മൾ ഇപ്പോ ഏറ്റവും അടുത്ത് നല്ല രസമാണ് കിയോസ്ക്. അതായത് ചെറിയ ഒരു കഫേ, ഒരു പോർട്ടബിൾ കഫേ ആണ് കിയോസ്ക്. അതാണ് ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ അതിന്റെ ഫസ്റ്റ് വർക്ക് ബാംഗ്ലൂർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അവരുടെ അടുത്തടുത്ത പ്രൊജക്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. സ്റ്റെയിൻലെസ് സ്റ്റീലില് ഹാൻഡ് റെയിലൊന്നും അധികം ചെയ്യുന്നില്ല. നമുക്ക് വർക്ക്ഷോപ്പ്, എഞ്ചിനീയറിംഗ് യൂണിറ്റ് പോലെ വർക്ക്ഷോപ്പ് ഉള്ളതുകൊണ്ട് വർക്ക്ഷോപ്പ് സംബന്ധമായ വർക്കുകളാണ് കൂടുതലും ചെയ്യുന്നത്. നമുക്ക് കമ്പനിയിൽ വർക്ക് ചെയ്തിരിക്കുന്നത് 6 പേരാണ്. അതില് നല്ല സ്കില്ലായിട്ടുള്ള വർക്കേഴ്സ് ആണ്. അതായത് ടിഗ് വെൽഡിങ്, മിഗ്, ആർക്ക്, ഈ 3 കാര്യം കൊണ്ടാണ് നമ്മൾ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഫാബ്രിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ആർക്കിലും മിഗിലും ചെയ്യും. അത് ഫിനിഷ് ചെയ്യാനുള്ള പ്രോസസ്സിങ്ങിന് മുന്നേ ടിഗ് വെൽഡിങ് ചെയ്താൽ മാത്രമേ സ്റ്റെയിൻലെസ് സ്റ്റീലിന്
നല്ല ബലം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളത് ടിഗിലാണ് കൂടുതലും വർക്കുകൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്യുക. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിന് നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീൽ നല്ല മെറ്റീരിയൽ ഇട്ട് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ലൈഫ് ടൈം ഗ്യാരണ്ടിയാണ്. ഒരു കാലത്തും കുഴപ്പം സംഭവിക്കില്ല. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ മെറ്റീരിയൽ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടല്ലോ, തുരുമ്പ് പിടിക്കില്ല, റസ്റ്റ് വരില്ല. പിന്നെ നല്ല രീതിയിൽ ഫിനിഷിങ് ചെയ്യണം, അവിടെയാണ് ഒരു വർക്കറുടെ കഴിവ്. ഫിനിഷിങ് എന്ന് പറയുന്ന സംഭവത്തിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, വെൽഡിംഗ് റാഡ്, ഗ്രൈൻഡ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ക്വാളിറ്റി കുറഞ്ഞതാണെങ്കിൽ അവിടെ റെസ്റ്റ് വരും. ഉപയോഗിക്കുന്ന ഗ്യാസ്, പില്ലർ വയർ, അതൊക്കെ പക്കയായിട്ട് ചെയ്യുകയാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന് മെയിൻ്റെനൻസ് പറയുന്ന സംഭവമേ ഇല്ല. ഈ മേഖലയിൽ കോമ്പറ്റീഷൻ ഉണ്ട്, പക്ഷെ സ്കിൽഡ് വർക്കേഴ്സ്, അതായത് നല്ല ഭംഗിയിൽ ചെയ്യുന്ന ആൾക്കാർ കുറവായതുകൊണ്ട് നമുക്ക് അത്ര മത്സരങ്ങളില്ല. ശരിക്കും നമ്മുടെ ലൈഫിന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഡിസൈനുകൾ, ഇപ്പൊ കസ്റ്റമർ നമുക്ക് പുതിയ ഡിസൈനുകൾ വരും, അത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്ത് അവര് അടിപൊളി എന്ന് പറയാം, അല്ലെങ്കിൽ അത് കൂടുതൽ ഓർഡർ ചെയ്യാം. ഇപ്പൊ നമുക്ക് കിയോസ്കിന്റെ വർക്കുകൾ വരുന്നുണ്ട്, ആ കിയോസ്ക് നല്ല ഡെവലപ്പായിട്ട് ചെയ്ത് മുന്നോട്ട് പോവാം, നല്ല വർക്കുകൾ ചെയ്യാം, അതാണ് നമ്മുടെ ആഗ്രഹം. വെല്ലുവിളിയായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഒരു 10 വർഷം മുന്നേ തൃശ്ശൂര് നമ്മള് ഒരു ഫുള്ള് ഗ്ലാസ് ഇട്ടുള്ള സ്റ്റെയർ കേസ് ആരും ചെയ്യാൻ മടിച്ചിരുന്ന കാലത്ത്, 10 കൊല്ലം മുന്നേ എന്ന് പറയുമ്പോ ഇപ്പൊ 2026, 2016 ഫുള്ള് സ്റ്റെപ്പ് അടക്കം ഗ്ലാസ് വെച്ചിട്ട് നമ്മൾ സ്റ്റെയർ കേസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. 2016 നമ്മളോട് പൊതുവെ ചെയ്യണത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ടേബിള്, ചെയറുകൾ തന്നെ 3-4 ടൈപ്പ് ചെയർ ഉണ്ട്. ഹാൻഡ് റെസ്റ്റ് ചെയർ ഉണ്ട്, ഡൈനിങ് ടേബിൾ ചെയറുകളുണ്ട്, സിറ്റ് ഔട്ട് ചെയറുകളുണ്ട്, ഗാർഡൻ ചെയർ. അതുപോലെ തന്നെ ടേബിളുകളിൽ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള PVD കോട്ടിംഗ് ടേബിളുകള്, ടീപ്പോയി, അങ്ങനെ നോർമലി അങ്ങനത്തെ സാധനങ്ങളാണ് നമ്മൾ കൂടുതലും ചെയ്യണത്. നമുക്ക് ചെയറുകൾക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് അതാണ്. അത് നമ്മൾ പറയില്ലേ, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്ന പോലെയാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിന് നമ്മുടെ ഫർണിച്ചറിന് ക്വാളിറ്റി കിട്ടണമെങ്കിൽ ഫർണിച്ചറിന്റെ മെറ്റീരിയലിന് തിക്നെസ് ഉണ്ടാവണം. തിക്നെസ് കുറഞ്ഞ മെറ്റീരിയൽ വെച്ച് ഉപയോഗിച്ച് ഫർണിച്ചർ ഉണ്ടാക്കുമ്പോൾ അതിന് ഈട് കിട്ടില്ല, അത് ലോങ് ലൈഫ് അല്ല. നമ്മുടെ ഫർണിച്ചറുകളെല്ലാം ലോങ് ലൈഫാണ്, നമുക്ക് യാതൊരുവിധ കംപ്ലൈന്റ് ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫർണിച്ചർ എല്ലാം മെറ്റീരിയൽ കനം കൂടിയതാണ്. കനം കുറഞ്ഞ മെറ്റീരിയൽ ഉപയോഗിച്ച് ഫർണിച്ചർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെറ്റീരിയലിന് ലൈഫ് കിട്ടില്ല. കേരളത്തില് ഗവൺമെന്റ് ചെറുകിട വ്യവസായങ്ങൾക്ക് ഇപ്പോ നമ്മുടെ വ്യവസായ മന്ത്രി P രാജീവ് വന്നതിന് ശേഷം നമുക്ക് നല്ല സപ്പോർട്ടാണ്. ആദ്യം നമുക്കൊരു സ്ഥാപനം തുടങ്ങാനായിട്ട് ലൈസൻസ് കിട്ടാൻ വളരെയധികം സമയം എടുത്തിരുന്നപ്പോൾ ഇപ്പോ ആ ലൈസൻസ് അടക്കം നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് സെറ്റ് ചെയ്ത് തന്ന് സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനായി ഗവൺമെന്റ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ചെറുകിട സംരംഭകരെ സംബന്ധിച്ചിടത്തോളം, ചെറുകിട വ്യവസായങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഒരു ഭാഗ്യമാണ്. പലരും ഇതിന്റെ സാങ്ഷൻ കിട്ടാനുള്ള ബുദ്ധിമുട്ട് പേടിച്ചിട്ടാണ് ആദ്യം ഈ മേഖലയിലേക്ക് കടന്നു വരാൻ പറ്റാതിരുന്നത്. ഇപ്പൊ വളരെ എളുപ്പമാണ്. നമ്മളെ ഈ കാര്യത്തിൽ സഹായിക്കാനായിട്ട് ഇതിപ്പോ തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ DIC, ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ സെന്റർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി നമുക്ക് അവരുടെ നിന്ന് അഡ്വൈസ് വാങ്ങിച്ച് നമ്മൾ ആരെ കാണണം, ഏത് വഴിക്ക് പോകണമെന്ന് കൃത്യമായിട്ട് ഗവൺമെന്റ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ അറിവ് പലർക്കും ഇല്ലാത്തത് കൊണ്ടാണ് ഇത് വലിയൊരു പ്രശ്നമാണ്. ഇങ്ങനെ ഒരു സംഭവം തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ നടക്കുമെന്നുള്ള പേടി വരുന്നത്. നമുക്ക് എന്ത് വ്യവസായമാണോ നമ്മൾ തുടങ്ങുന്നത്, അതിന് നമുക്ക് സഹായിക്കാൻ ഇവിടെ പ്രോപ്പർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. എൻ്റെ ഫാമിലിയിലുള്ളത് ഞാൻ, എൻ്റെ അമ്മ, എൻ്റെ സിസ്റ്റർ, അവരുടെ കുട്ടികൾ. ആര് ഈ മേഖലയിലേക്ക് കടന്നു വരികയാണെങ്കിലും നമുക്ക് അവർക്ക് കൊടുക്കാവുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, നമ്മൾ ദൈവതുല്യരായി കാണുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിനാണ്. നമുക്ക് കസ്റ്റമർ എങ്ങനെയാണോ നമ്മളോട് ബിഹേവ് ചെയ്യുന്നത്, അതിലും നമ്മൾ നാളെ അവരെ കാണണം. അവര് പറഞ്ഞിട്ട് നമുക്ക് വേറൊരു കസ്റ്റമർ നമ്മുടെ അടുത്തേക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അവരോട് ഒരു എന്താ പറയാ, നമ്മുടെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരാളെ പോലെ, അതായത് നമ്മൾ ദൈവതുല്യമാണ് കാണണം എന്നല്ല പറയണം. അവരുടെ ആഗ്രഹം മനസ്സിൽ എന്താണോ അതിനായിട്ട് ഒരു പടി മുന്നിൽ കയറി ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ നമ്മൾ അവരോട് സത്യസന്ധമായി പെരുമാറി കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ ഇഷ്ടം പോലെ വർക്കുകൾ കിട്ടും. നമ്മുടെ അഡ്രസ് വരുന്നത്, നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് സ്റ്റീൽ സോൺ എന്നാണ്. നമ്മുടെ സ്ഥാപനം നിലനിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ അവണിശ്ശേരി പഞ്ചായത്തില് ചൊവ്വൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്.